നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാനൊരു ചെറിയ മൂവി റിവ്യൂസൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ കണ്ട പടം എന്ന് പറയുന്നത് ഇഡ്ലിക്കടയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. പേഴ്സണലി പറയുവാണെങ്കിൽ നല്ലൊരു ഫിലിമാണ്, നല്ലൊരു സ്റ്റോറിയുള്ള പടമാണ്. അഭിനേതാക്കൾ നല്ല രീതിയിൽ അഭിനയിച്ചു. നിത്യമേനോനൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് ഒരു തോന്നലാണ്. പല സീൻസും വളരെ ലാഘവത്തോടെ പുള്ളി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഡെപ്ത് ആവാമായിരുന്നു, കുറച്ചുകൂടെ എൻഗേജിങ് ആകാമായിരുന്നു. പല സ്ഥലങ്ങളും ഭയങ്കര ലാഗിങ് ആണ്. സ്റ്റോറി ടെല്ലിങ് കുറച്ചുകൂടെ ഒരു പുതുമ കൊണ്ടുവരായിരുന്നു. പലതും പഴയൊരു ക്ലീശേ പടം കണ്ട ഒരു തോന്നലാണ് വന്നത്. കാരണം നമുക്ക് OTT പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല പടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ പടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പലതരം കണ്ടൻറ്റുകൾ പടം കാണാൻ പറ്റും. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനൊരു കണ്ടൻറ്റ് എടുത്തിട്ട് വരുമ്പം അതിന് എന്തെങ്കിലും ഒരു പുതുമ അദ്ദേഹം കൊണ്ടുവരേണ്ടതായിരുന്നു, കൊണ്ടുവന്നിട്ടില്ല. കുറച്ചുകൂടെ നല്ല കണ്ടൻറ്റ് നമ്മൾ ധനുഷിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. അഭിനേതാക്കളും അദ്ദേഹം നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട് പുള്ളി. അത് വേറെ കാര്യം. അതേപോലെ പാട്ടുകളൊന്നും വലിയ അത്ര പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പടത്തിനനുസരിച്ച് അങ്ങ് പോകാൻ മതി പോകുന്നൊന്നുമില്ലാതെ നമുക്കൊരു അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള അത്ര നല്ല പാട്ടുകളും പടത്തിലില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടമാണ്. എങ്കിൽ പോലും അത്ര എൻഗേജിങ് ആവുന്നില്ല പടം. പല സ്ഥലത്തും ലാഗ് അടിച്ചങ്ങ് പോവുകയാണ്, കൈവിട്ട് പോവുകയാണ് പല സ്ഥലത്തും. പർട്ടിക്കുലർലി നമ്മളെ വില്ലൻ എന്ന കഥാപാത്രം സത്യരാജിൻ്റെ മോന്, അതേപോലെ സത്യരാജിൻ്റെ മോള്, ഈ കഥാപാത്രങ്ങളൊന്നും ഒരു ഡെപ്ത് ഇല്ലെന്നേ. എന്താ പറയുക, അങ്ങനല്ല. നമ്മൾ ധനുഷിൻ്റെ പടം എന്ന് പറയുമ്പം അദ്ദേഹം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിന്ന് കുറച്ചുകൂടെ നല്ല കഥാപാത്രങ്ങളും നല്ല സ്റ്റോറീസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊന്നും അല്ലെന്നേ. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ 2025-ലാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള പടങ്ങൾ പുള്ളി കൊടുക്കണം നമുക്ക്. ആസ് എ പ്രേക്ഷകർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് നിരാശയാണ് പടം. പക്ഷേ OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. നമുക്ക് കാണാൻ തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടെ അദ്ദേഹത്തിന് നല്ല പടങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അത്രയും ടാലൻ്റായ ഒരാളാണ്. വെട്ടിമാറുന്ന പോലെ ഉള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അദ്ദേഹം അസലായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ നല്ല സ്റ്റോറിയായിട്ട് പുള്ളി വരട്ടെ. എന്നാൽ ഇതിനൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം നമുക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.